Hello students, welcome back. In this class we will see a special concept called virtual polymorphism. Okay, we will see what it is. We have the concept that a base class pointer, അതായത് ഇതിനകത്താണെങ്കിൽ class student is the base class. So a base class pointer can point to derived class object. എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ബേസ് ക്ലാസ് പോയിൻ്റർ ഇപ്പോൾ എന്താണ്? സ്റ്റുഡൻറ്റ് സ്റ്റാർ പി എന്ന് ഒരു ബേസ് ക്ലാസ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു മെയിൻ ഫംഗ്ഷനകത്ത്. എന്നിട്ട് ഒരു ടീച്ചർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതായത് ഡിറൈവ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ടീച്ചർ എന്ന ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിലേക്ക് ബേസ് ക്ലാസ് പോയിൻ്ററിന് പോയിൻ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് ബേസ് ക്ലാസ് പോയിൻ്റർ ഈസ് ഈക്വൽ ടു ആമ്പർസാൻഡ് ടീച്ചർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതാണ് പ്രോപ്പർട്ടി. എ ബേസ് ക്ലാസ് പോയിൻ്റർ ക്യാൻ പോയിൻ്റ് ടു ദി ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് വിത്തൗട്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം പതിവ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് സ്റ്റുഡൻ്റ് ഉണ്ട്. ഓക്കെ, ക്ലാസ് ടീച്ചർ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് വേറൊന്നും കൊടുത്തിട്ടില്ല. ക്ലാസ് സ്റ്റുഡൻറ്റ്, അതുപോലെ ക്ലാസ് ടീച്ചർ, പബ്ലിക് സ്റ്റുഡൻറ്റ്. സോ ടീച്ചർ ഈസ് derived from class student. I am going to use main function int main. Inside that I am creating a base class pointer student star p. Okay, so I have created the base class pointer. Then I am creating an object of derived class. So p is a base class pointer, t is a object of derived class. Now I am assigning like this: p is equal to ampersand t. So the base class pointer is now associated with the derived class object. P is equal to ampersand t means we are storing the address of the derived class object to the base class pointer. അപ്പോൾ ഇത് നമുക്ക് എറർ വരും നോക്കാം. ഇതാണ് ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്. ദ ബേസ് ക്ലാസ് പോയിൻ്റർ ക്യാൻ പോയിൻ്റ് ടു ദി ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ബേസ് ക്ലാസ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു, ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അസോസിയേറ്റ് ചെയ്തു. യു വിൽ സി. First clear. Okay, then compile. The next so during execution nothing happened because we have not given anything. So ./a.out means no exceptions, no errors. So we have not given any body, that's why no output. So what we have done is base class inde object oru class undu, derived class inde object undu, base class inde pointer undu, derived class inde pointer undu. Base class inde pointer undu, derived class inde object undu, and we are associating this derived class object address to the pointer. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് കൺസെപ്റ്റ്. ബേസ് ക്ലാസ് പോയിൻ്റർ ക്യാൻ പോയിൻ്റ് ടു ദി ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ്. തിരിച്ച് നോക്കുക. അതായത് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അതായത് ടീച്ചറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ടീച്ചറിൻ്റെ പോയിൻ്റർ ഉണ്ടാക്കി, ദെൻ ബേസ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി,
ഇനി p ക്ക് ആംപർസാൻഡ് t കൊടുത്തു. അതായത് I have created the pointer of derived class, I have created the object of base class and I am trying to associate it. ഓക്കെ, അപ്പോൾ അത് സമ്മതിക്കുന്നില്ല. അതായത് ഇൻവാലിഡ് കൺവേർഷൻ ഫ്രം സ്റ്റുഡൻറ്റ് ടു ടീച്ചർ. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ബേസ് ക്ലാസ്സിൻ്റെ പോയിൻ്റിന് ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റും, തിരിച്ചു പറ്റില്ല. സോ എ ബേസ് ക്ലാസ് പോയിൻ്റർ ക്യാൻ പോയിൻ്റ് ടു ദി ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റ്. പഴയ പോലെ ആക്കാം, ബേസ് ക്ലാസ് സ്റ്റുഡൻ്റ് ആണ്, സോ ഐ ആം ഡിറൈവിങ് ഇറ്റ് ആസ് മേക്കിംഗ് ഇറ്റ് ആസ് സ്റ്റുഡൻറ്റ്. Then I am creating object of class teacher, so teacher t, so it will be okay. Now base class pointer can point to derived class object, base class pointer can point to derived class object. ഇനി ഞാൻ കാര്യം ചെയ്യുന്നത്, ബേസ് ക്ലാസ്സിന് അതൊരു ഫംഗ്ഷൻ ആയിരുന്നു, പബ്ലിക് ഫംഗ്ഷൻ ആയിരുന്നു, അതൊരു void ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. ഞാൻ ബോഡി അവിടെ നിന്ന് എഴുതാം, പുറത്തേക്ക് കൺഫ്യൂഷൻ ആക്കാതെ. ഐ വിൽ റൈറ്റ് ദ ബോഡി ദർ ഇറ്റ് സെൽഫ്. സോ സി ഔട്ട് ഹലോ ഐ ആം ഇൻ ബേസ് ക്ലാസ് /n. ഒരു മെസ്സേജ് കൊടുത്തു, ഞാൻ ബേസ് ക്ലാസ്സിൽ ഞാൻ മെസ്സേജ് കൊടുത്തു. അപ്പോൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താണ്, ഇതൊരു ബേസ് ക്ലാസ് ഫംഗ്ഷനാണ്. ഈ ക്ലാസ്സിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ താഴേക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതുന്നു, വോയിഡ് ഡിസ്പ്ലേ. ഇതിനകത്തും ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതുന്നു, ദാറ്റ് ഈസ് സി ഔട്ട് ഹായ് ഐ ആം in derived class /n. ഓക്കെ, അപ്പോൾ നോക്കുക, ഇത് ഒരെണ്ണം രണ്ടിൻ്റെ പേരെന്താണ്, ഡിസ്പ്ലേ എന്നാണ്. ഡിസ്പ്ലേ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് ഫംഗ്ഷൻ ഓവർ റൈഡിങ് നമുക്കറിയാം. സെയിം പേരിൽ രണ്ട് ഫംഗ്ഷൻ ബേസ് ക്ലാസ്സിലും ഡിറൈവ് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓവർ റൈഡിങ് ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ആം ഓവർ റൈഡിങ് ഫംഗ്ഷൻ ഡിസ്പ്ലേ. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ബേസ് ക്ലാസ്സിൻ്റെ പോയിൻ്റ് ഉണ്ടാക്കി, ഡിറൈവ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഞാൻ എന്നിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ടി ആരാണ്, ടി ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി ഡിറൈവ് ക്ലാസ് ആൻഡ് സോ പി ഈസ് നൗ കണ്ടെയ്നിങ് ദി ഒബ്ജക്റ്റ് പോയിൻ്റർ ഓഫ് ദി ഡിറൈവ് ക്ലാസ്. ഞാൻ എന്നിട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യാണ്, പി ആരോ ഡിസ്പ്ലേ. ഇവിടെ നോക്കുക എന്താണ്, ഒന്ന് പി എന്നുള്ളത് പോയിൻ്റർ ബേസ് ക്ലാസ്സിൻ്റെ ആണ്, ടി എന്നുള്ള ഒബ്ജക്റ്റ് ഡിറൈവ് ക്ലാസ്സിൻ്റെ ആണ്. ഞാൻ ഡിറൈവ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിലേക്ക് ബേസ് ക്ലാസ് പോയിൻ്ററെ പോയിൻ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം, വിൽ സി വാട്ട് ഹാപ്പൻസ്. അതായത് ബേസ് ക്ലാസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റ് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബേസ് ക്ലാസ് പോയിൻ്ററിലെ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിലെ ഡിസ്പ്ലേ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ ദോ വി ഹാവ് അസൈൻഡ് ദ അഡ്രസ് ഓഫ് derived class object to the base class pointer, the function called is of base class. അപ്പോൾ ഈ ഒരു വാചകം പറയുമ്പോൾ, അതായത് ബേസ് ക്ലാസ് പോയിൻ്റർ ക്യാൻ പോയിൻ്റ് ടു ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, only the functions and variables inherited from base class are accessible. ഓക്കെ, അങ്ങനെ കണ്ടീഷൻ പറയുന്നത്. അതായത് എന്താണ്,
ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് പറ്റില്ല, കോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഒരു ഡിസ്പ്ലേ വന്നോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റ് എന്ന ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, കോൾ ചെയ്യാൻ പറ്റില്ല. അതായത് പോയിൻ്റർ ഈ ക്ലാസ്സിൻ്റെ ആയതുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ വാചകം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ കണ്ടത്, വി ഹാവ് സീൻ ദാറ്റ് നമ്മളിപ്പോൾ ബേസ് ക്ലാസ് പോയിൻ്ററിലേക്ക് ഡിറൈവ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് അസൈൻ ചെയ്തിട്ടും എന്ത് പറ്റിയില്ല, ഡിറൈവ് ക്ലാസ്സിൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് എന്താണ്, ഞാൻ ഈ ഫംഗ്ഷനെ ഞാൻ വിർച്വൽ വോയിഡ് ഡിസ്പ്ലേ എന്ന് ഡിഫൈൻ ചെയ്യണം. വിർച്വൽ വോയിഡ് ഡിസ്പ്ലേ ഒരു വിർച്വൽ ഫംഗ്ഷനായി ഡിഫൈൻ ചെയ്തു. നമുക്ക് നോക്കാം. ഈ സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ എന്താ വന്നത്, ഹൈ ഐ ആം ഇൻ ഡിറൈവ്ഡ് ക്ലാസ്. എന്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത്, ബേസ് ക്ലാസിൻ്റെ ഫംഗ്ഷൻ വിർച്വൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ even though we have assigned the object address of derived class, എന്താ കോൾ ചെയ്യുള്ളൂ, ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനെ കോൾ ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷേ വിർച്വൽ എന്നൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ, വിർച്വൽ ഒരു കീവേഡ് നമ്മൾ നേരത്തെ കൊടുത്താൽ ഇപ്പം എന്ത് സംഭവിക്കേണ്ടത്, ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻ ഓവർറൈഡ് ചെയ്തിട്ട് ഡിറൈവ് ക്ലാസ്സിലെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും നോക്കാം. അതായത് ഞാനൊരു ബേസ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ബേസ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബേസ് ക്ലാസ് പോയിൻ്ററിലേക്ക് ബേസ് ക്ലാസ്സിൽ തന്നെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പി ആരോ ഡിസ്പ്ലേ കോൾ ചെയ്യണം. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് ബേസ് ക്ലാസ് പോയിൻ്റിലേക്ക് ബേസ് ക്ലാസ് ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ബേസ് ക്ലാസിൻ്റെ ഫംഗ്ഷൻ കോളാകും. പക്ഷേ ബേസ് ക്ലാസ് പോയിൻ്റിലേക്ക് ഡിറൈവ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് അസൈൻ ചെയ്തിട്ട് കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വിർച്വൽ അല്ല ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വരുള്ളൂ, ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻ മാത്രമേ വരുള്ളൂ. നമ്മൾ കണ്ടത്. അപ്പോൾ ദ പോയിൻ്റ് ഐ വാണ്ട് ടു സ്റ്റേറ്റ് ഈസ് ദാറ്റ് ഈ ഒരു ലൈൻ പി ആരോ ഡിസ്പ്ലേ, ഇവിടെയും പി ആരോ ഡിസ്പ്ലേ, ഇവിടെ എന്തായിരുന്നു, ബേസ് ക്ലാസ് പോയിൻ്റിലേക്ക് ഡിറൈവ് ക്ലാസ് പോയിൻ്റ് ഒബ്ജക്റ്റ് പോയിൻ്റ് ചെയ്യിച്ചു. ഇത് ബേസ് ക്ലാസ് പോയിൻ്റിലേക്ക് ബേസ് ക്ലാസ് പോയിൻ്റിനെ പോയിൻ്റ് ചെയ്യിച്ചു. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഹലോ ഐ ആം ഇൻ ബേസ് ക്ലാസ് എന്നാണ്. ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഹലോ ഐ ആം ഇൻ ഡിറൈവ് ക്ലാസ് എന്നാണ്. സോ ദി സെയിം ലൈൻ അല്ലേ, ഈ രണ്ട് സെയിം സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്, ദിസ് സെയിം സ്റ്റേറ്റ്മെൻറ്റ് വർക്ക്സ് ഡിഫറെൻ്റ്ലി അറ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അല്ലേ. ഈ സമയത്ത് അങ്ങനെ വർക്ക് ചെയ്തു, ഇവിടെ വേറെ ടൈപ്പിൽ വർക്ക് ചെയ്തു. അതായത് അവിടെ എന്ത് മാറ്റം വരണം, അതിൻ്റെ ബൈൻഡിങ് വരെ മാറ്റം വരികയാണ്.
display function is bound towards the derived class here, and the display function is bound towards the base class here. അല്ലേ? അപ്പോൾ പോയിൻ്റർ മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ഇതൊരു റൺ ടൈം പോളിമോർഫിസമാണ്. ദിസ് ഈസ് എ റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോളിമോർഫിസം എന്തൊക്കെയാണ്? 2 ടൈപ്സ് എന്ന് പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് പോളിമോർഫിസം. 2 ടൈപ്സ്. വൺ എന്താണ്? ഒന്ന് കമ്പൈൽ ടൈമാണ്. കമ്പൈൽ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം ആണെങ്കിൽ ആ ബൈൻഡിങ് കമ്പാരിഷൻ സമയത്ത് നടക്കും. എക്സാമ്പിൾസ് എന്താണ്? എക്സാമ്പിൾസ് ഫങ്ഷൻ ഓവർലോഡിങ്ങും then operator overloading ആണ്. So these are examples of compile time polymorphism. Okay. So polymorphism we have 2 types. Polymorphism 2 types. ഇനി റൺ ടൈം എന്താണ്? ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. റൺ ടൈം എന്നുള്ളത് റൺ ടൈമിനകത്താണ് സ്വിച്ച് നടക്കുക. സോ ദാറ്റ് ഈസ് വിർച്വൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഡൈനാമിക് ബൈൻഡിങ് ആണത്. സോ ഡൈനാമിക് ബൈൻഡിങ് യൂസിങ് വിർച്വൽ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. സോ ദിസ് ഈസ് 2 types. One is compile time polymorphism, other is റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം ആണെങ്കിൽ ഫങ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ് എക്സാമ്പിൾസ് ആണ്. റൺ ടൈം ആണെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ് യൂസിങ് വിർച്വൽ ഫങ്ഷൻസ്. ഇവിടെ ഒരു മാറ്റം വരുത്തി കാണിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ എന്താ ബൈൻഡ് ചെയ്യിക്കുന്നത്? ബൗണ്ട് ടുവേർഡ്സ് പോയിൻ്റർ ബൗണ്ട് ടുവേർഡ്സ് derived class object. ഇവിടെ എന്താണ്? പോയിൻ്റർ ബൗണ്ട് ടുവേർഡ്സ് ബേസ് ക്ലാസ് തന്നെ, ബേസ് ക്ലാസ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ബേസ് ക്ലാസ് ഒബ്ജക്റ്റ്. ബേസ് ക്ലാസിൻ്റെ പോയിൻ്റർ ബേസ് ക്ലാസ്സിലേക്ക് തന്നെ ബൗണ്ട് ചെയ്യിക്കുന്നു. ഇവിടെ ബേസ് ക്ലാസിൻ്റെ പോയിൻ്റർ ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ പേര്, ഈ ഫംഗ്ഷൻ വിർച്വൽ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയുള്ളൂ? വിർച്വൽ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങോട്ടാണ് പോയിൻ്റർ ബൗണ്ട് ചെയ്തെങ്കിൽ പോലും ഈ ഫങ്ഷനാണ് വർക്ക് ചെയ്യുള്ളൂ. നോക്കാം, ഞാൻ ആദ്യം കാണിച്ചാണത്. ഉണ്ടോ? ഹലോ ഐ ആം ഇൻ ബേസ് ക്ലാസ്, ഹലോ ഐ ആം ഇൻ ബേസ് ക്ലാസ്, രണ്ടും അങ്ങനെ വരുള്ളൂ. അതായത് ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റിലേക്ക് ബൗണ്ട് ചെയ്താലും ബേസ് ക്ലാസ്സിലേക്ക് ബൗണ്ട് ചെയ്താലും ഏത് ഫംഗ്ഷനെ വർക്ക് ചെയ്യുള്ളൂ? ഡിസ്പ്ലേ ഫംഗ്ഷനെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വിർച്വൽ ഫംഗ്ഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് നടക്കില്ല? പോളിമോർഫിസം നടക്കില്ല, ഡൈനാമിക്കായി നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻ നമ്മൾ വിർച്വൽ ഫംഗ്ഷൻ ആക്കി കൊടുത്താൽ, വിർച്വൽ വോയിഡ് ഡിസ്പ്ലേ എന്നാക്കി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡിറൈവ് ക്ലാസ് ഒബ്ജക്റ്റിലേക്ക് ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡിറൈവ് ക്ലാസിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ഡിറൈവ് ക്ലാസ്സിലേക്ക് ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡിറൈവ് ക്ലാസിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ഹായ് ഐ ആം ഇൻ ഡിറൈവ് ക്ലാസ്, ഹലോ ഐ ആം ഇൻ ബേസ് ക്ലാസ്. അപ്പോൾ ഇതാണ് വിർച്വൽ പോളിമോർഫിസത്തിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ 2 ക്ലാസ്സുകളുണ്ട്. ആദ്യത്തെ ക്ലാസ്സിനകത്ത് രണ്ടാമത്തെ ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൻ്റെ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു, ആദ്യത്തെ ക്ലാസ്സിൻ്റെ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഫങ്ഷനോട് ഇത് ബൈൻഡ് ചെയ്തിട്ട് വെറുതെ കോൾ ചെയ്താലും എന്താ സംഭവിക്കുള്ളൂ? ബേസ് ക്ലാസ് ഫങ്ഷനാണ് കോൾ ആവുള്ളൂ. But if the function is made as virtual in the base class, then it will be calling the derived class
ഫങ്ഷൻ. ഇതാണ് വിർച്വൽ പോളിമോർഫിസം എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ദി വിർച്വൽ ഫങ്ഷൻ. ഏത്? വിർച്വൽ പോളിമോർഫിസം അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസം ഈസ് implemented using virtual functions. Okay, so runtime polymorphism is implemented using virtual functions. ഇനി virtual void display equal to 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ we can call this function as a pure virtual function. ഏതെങ്കിലും വിർച്വൽ ഫംഗ്ഷന് ബോഡി ഇല്ല എന്ന് ചെയ്താൽ virtual void display equal to 0 എന്ന് ക്രിയേറ്റ് ചെയ്താൽ we can call that function as a pure virtual function. Okay. അപ്പോൾ ഇത് കാര്യം കൃത്യം മനസ്സിലാക്കുക. We have two types of polymorphism, compile time and run time. Compile time ആണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ് എക്സാമ്പിൾസ് ആണ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണ്? ഫംഗ്ഷൻ ഓവർലോഡിങ് മീൻസ് സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, set of arguments or order of arguments. Okay. Runtime polymorphism ആണെങ്കിൽ it makes use of in the virtual functions. Okay. Operator overloading ഓർമ്മ ഉണ്ടാവും. എന്തായിരുന്നു? Operator overloading means we are defining a function in the name of the operator. Okay. അപ്പോൾ എയും ബിയും ഫങ്ഷൻസ് ആണ്. എ പ്ലസ് ബി എന്ന് വിളിക്കുമ്പോൾ എ ഈസ് കോളിങ് എ ഫങ്ഷൻ പ്ലസ് വിത്ത് ബി ആസ് ആർഗ്യുമെൻറ്റ്. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക കൃത്യമായിട്ട്. ഓക്കെ.